നമുക്കൊരു സ്കെച്ച് ബുക്ക് ഉണ്ടാക്കാം. അതും വേസ്റ്റ് പേപ്പർ വെച്ചിട്ട്. വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ എന്തെങ്കിലും ആപ്ലിക്കേഷനൊക്കെ അയക്കുന്ന സമയത്ത് പ്രിൻ്റ് ഔട്ട് കിട്ടില്ലേ, ഒരു സൈഡ് പ്രിൻ്റഡും അപ്പുറത്തെ സൈഡ് പ്ലെയിനും ആയിട്ടുള്ള പേപ്പേഴ്സ്. ഞാൻ അങ്ങനെ കുറേ എണ്ണം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം ആവശ്യം കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഓരോ പേജസും ഞാൻ ഹാഫായിട്ട് മടക്കി കൊടുത്തു, ആ പ്രിൻ്റഡ് സൈഡ് ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രിൻ്റ് ഉള്ളിൽ പോകുന്നു മാത്രമല്ല, നമ്മുടെ സ്കെച്ച് ബുക്കിൻ്റെ പേജസിന് നല്ല കട്ടിയും കിട്ടും. ഇങ്ങനെ മടക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഗ്ലൂ തേച്ച് അതങ്ങ് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങും കിട്ടും. നമ്മൾ പേജസ് മറിക്കുമ്പോൾ ആ പ്രിൻ്റ് കാണുകയില്ല. അങ്ങനെ ഞാൻ കുറേ പേപ്പർ മടക്കിയെടുത്തു. ഡെസ്ക് മേക്ക് ഓവറിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാട്ടോ ഇടാഞ്ഞത്. അതാണ് 2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും കാണാഞ്ഞത്. ഇനി ഇതിലെല്ലാം പശ തേച്ചൊട്ടിക്കാൻ മടി തോന്നുവാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഈ ഓപ്പൺ സൈഡിലാണല്ലോ ബൈൻഡ് ചെയ്യുന്നത്, അപ്പോൾ എന്തായാലും പേജസ് എല്ലാം ചേർന്നിരുന്നോളും. പിന്നെ ഒട്ടിച്ചാൽ നല്ല ഫിനിഷിങ് കിട്ടും. പിന്നെ കഴിഞ്ഞ ദിവസം ശ്രേയ എന്നൊരു കുട്ടി ഹായ് പറയുമെന്ന് ചോദിച്ചിരുന്നു. ഹായ് ശ്രേയ. പിന്നെ ഒരാളും കൂടിയുണ്ട്, നൈമ. കുറേ നല്ല കമൻസ് ഒക്കെ ഇട്ടിരുന്നു, ഞാൻ എല്ലാം വായിച്ചു. താങ്ക് യു സോ മച്ച്. ഇത്രയും പേജസ് ഒട്ടിക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ ആദ്യം വേണ്ടെന്ന് വെച്ചത്. പിന്നീട് എന്തായാലും ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഗ്ലൂ തേച്ച് ഒട്ടിച്ചു വെച്ചു. ഇനി നമുക്കിത് ബൈൻഡ് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഒരു പഞ്ചിങ് ടൂൾ വെച്ച് 2 ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈ ടൂൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, സൂചി കൊണ്ടോ മറ്റോ കുത്തിയാലും മതി. പിന്നെ എൻ്റെ കയ്യിൽ പഴയ ഒരു സ്പൈറൽ ഫയലിൻ്റെതായത് ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ 2 കുഞ്ഞു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ആ ഹോളിൽ ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ സംഭവം. അങ്ങനെ സ്കെച്ച് ബുക്ക് റെഡിയായി. പിന്നെ കേട്ടോ ഞാൻ ഓർത്തത്, നമ്മൾ ഇതിന് ഔട്ടർ കവറൊന്നും കൊടുത്തില്ലല്ലോ എന്ന്. പഴയ ഏതെങ്കിലും ബുക്കിൻ്റെ ബൈൻഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി.